Dear friends, ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ്. നാളെ നിങ്ങൾ കോളേജിലേക്ക് വരുമ്പോൾ അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക. നാളെ നമ്മൾ 4th സെമസ്റ്ററിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം, 4th സെമസ്റ്റർ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് സൈറ്റോളജി, പ്ലാന്റ് ബ്രീഡിംഗ്, എവല്യൂഷൻ എന്നിവയാണ്. ഒരുപക്ഷെ ബോട്ടണിയുടെ സിലബസിലെ ഏറ്റവും വിപുലമായ സിലബസ് ഈ സെമസ്റ്ററിലേതാണ്. സാധാരണഗതിയിൽ പഠിക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടുന്ന ഒരു സെമസ്റ്ററാണ് 4th സെമസ്റ്റർ. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ട ഒരു സെമസ്റ്ററാണ്. മാത്രമല്ല, ഇതുവരെ പഠിച്ച അനാട്ടമി, എംബ്രിയോളജി, ബയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ്, ആൽഗെ, ഫഞ്ചൈ, പത്തോളജി തുടങ്ങിയ കൺവെൻഷണൽ ക്ലാസിക്കൽ ബോട്ടണിയുടെ സബ്ജക്റ്റിൽ നിന്നും മാറി ഒരുപക്ഷെ നിങ്ങളുടെ പ്രധാനപ്പെട്ട കോർ വൊക്കേഷണൽ സബ്ജക്റ്റായ ബയോടെക്നോളജിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ചില ബേസിക് ബയോളജിക്കൽ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കേണ്ട ഒരു സെമസ്റ്ററാണ് ഇത്. കാരണം നമ്മൾ ബയോടെക്നോളജിക്കൽ ടൂൾസും ടെക്നിക്കും പഠിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് സെല്ലിനകത്ത് സംഭവിക്കുന്ന മെറ്റബോളിസത്തെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നതാണ്. DNA മാത്രമായിട്ടൊരു കാര്യവും ചെയ്യുന്നില്ല. DNA-ക്കൊപ്പം വർക്ക് ചെയ്യാൻ നിരവധി എൻസൈംസ്, അതിൻ്റെ എൻവയോൺമെൻറ്റ് ആവശ്യമുണ്ട്. ആ എൻവയോൺമെൻറ്റ് ഒരുക്കി കൊടുക്കുന്നത് സൈറ്റോപ്ലാസമാണ്, അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തെ സിമുലേറ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ബഫർ സിസ്റ്റംസാണ്. അപ്പോൾ അതേപ്പറ്റിയുള്ള വിശദമായ പഠനമാണ് നമ്മൾ ഈ സെമിസ്റ്റർ നടത്തുന്നത്. 2 അപ്രോച്ച് നമുക്ക് എടുക്കാം. ആദ്യം അതിനകത്തുള്ള കമ്പോണൻസ് എന്താണെന്ന് വിശദമായിട്ട് പഠിക്കുക. അതിനുശേഷം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫങ്ഷൻസും നോർമാലിറ്റീസും മെഡിക്കൽ ഫീൽഡിലെ ആപ്ലിക്കേഷൻസും ഒക്കെ വിശദമായിട്ട് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരറ്റത്ത് നിന്ന് തുടങ്ങുക, വിശദമായിട്ട് പഠിച്ച് പോവുക. ഏത് ആയാലും നമ്മൾ പറയാറുണ്ടല്ലോ, ഡെഡക്റ്റീവ് അപ്രോച്ചും ഇൻഡക്റ്റീവ് അപ്രോച്ചും ഒക്കെ പറയാറുണ്ടല്ലോ. ഇതിലേത് അപ്ലൈ ചെയ്താലും രസകരമായി പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ് സൈറ്റോളജി. കാരണം നിങ്ങൾ +2 വരെ പഠിച്ചത് വെച്ച് തന്നെ വ്യക്തമായ ഒരു ധാരണ സെൽ എന്താണ്, സെൽ ഓർഗനൈസേഷൻ എന്താണ്, സെൽ കമ്പോണൻസ് എന്താണ്, സെല്ലിൻ്റെ ഫങ്ഷൻ എന്താണ് തുടങ്ങിയവ പറ്റി നമുക്കുണ്ടാകും. സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാദ്യം ഓടിയത് ക്രോമസോംസ് തന്നെയാണ്. അതുകൊണ്ട് ഞാനിവിടെ എടുക്കുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റ്, ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് എടുക്കുക. ഉദാഹരണത്തിന് ദ ജീൻ, അല്ലെങ്കിൽ ദ ക്രോമസോംസ്, അല്ലെങ്കിൽ ദ പ്രോട്ടോപ്ലാസം, അല്ലെങ്കിൽ ദ ന്യൂക്ലിയസ്, ദ ജീൻ പൂൾ, ദ ലോക്കസ് ഓഫ് ദ ജീൻ തുടങ്ങിയ കോൺസെപ്റ്റ്സ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്ക്രൈബ് ചെയ്യും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതോടൊപ്പം ഇതിനാവശ്യമായ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ള സ്ട്രക്ചറുകൾ, എന്തൊക്കെ സ്ട്രക്ചേഴ്സാണ് നമുക്ക് വേണ്ടത്, ഏതൊക്കെ സ്ട്രക്ചേഴ്സ് പഠിച്ചാലാണ് ഈ കോൺസെപ്റ്റ് ക്ലിയറായി മനസ്സിലാക്കുക എന്ന രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്രോമസോം ഓർഗനൈസേഷൻ എന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പഠിക്കുന്ന, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഇൻസൈഡ് ദ ന്യൂക്ലിയസ് എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫിനോമിനനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാവുന്നത് ഹൗ കോമ്പാക്ട് ദ ഓർഗനൈസേഷൻ ഓഫ് ദ ജനറ്റിക് ഇൻഫർമേഷൻ ഇൻസൈഡ് എ ന്യൂക്ലിയസ് എന്നാണ്. ആ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യും. ഇതാണ് നമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത്. ഒരറ്റത്ത് നിന്ന് പഠിച്ച് ക്രോമസോമിൽ പഠിച്ചു തുടങ്ങുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ കാണുന്നത്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എത്ര വലിയ ഇൻഫർമേഷനാണ് സെല്ലിനകത്തുള്ള വളരെ ചെറിയ ഒരു ഓർഗണൽ ആയ ന്യൂക്ലിയസിനകത്ത് ക്രോമസോംസിൻ്റെ രൂപത്തിൽ പ്രോട്ടീൻസുമായിട്ട് ചേർന്ന് DNA സമാഹരിച്ചിരിക്കുന്നത്
ഇന്ന് നമുക്കിന്ന് കണ്ടു നോക്കാം. So the first topic in our class is what is the speciality of chromosome and how efficiently the chromosomes hold the message, the information of the entire genetic system. ഇതാണ് നമ്മുടെ topic. So the speciality of chromosome is that it is small, it's microscopic, but it is huge. How it becomes huge? One base pair of DNA is about 600 daltons. An average chromosome is 10 raised to 7 base pairs long. That means the size of the chromosome in terms of base pairs or dalton is 10 raised to 9 to 10 raised to 10 dalton. It becomes huge, big when we consider it is a subcellular component, because if we compare it with a protein, it is considered as a huge protein. Usually size is about 3 into 10 raised to 5. So the chromosome is huge. The chromosome is big compared to other subcellular components. Then next thing is about the information encoded in the chromosome. Information stored in the chromosome, because it contains huge amount of non-redundant information. It is not just a repetitive data, repetitive copies of the same file. നമ്മുടെയൊക്കെ ലാപ്ടോപ്പ് മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരേ ഫോട്ടോയുടെ 100 കോപ്പി ഓരോ പ്രാവശ്യം ഓപ്പൺ ചെയ്യും, നമ്മൾ സേവ് ചെയ്യും, വീണ്ടും ഓപ്പൺ ചെയ്യും, സേവ് ചെയ്യും. അങ്ങനെയല്ല. ഇറ്റ് ഇസ് നോൺ റെപ്പറ്റിറ്റീവ് ഡാറ്റ and it has a unique sequence. Similarly, in every cell there is only one molecule like that. ഒരു ക്രോമസോമിലെ ഒരു DNA എന്ന് പറയുന്നത് അതുപോലെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഇത് പകരം വയ്ക്കാൻ പറ്റുന്നില്ല എന്നാണ്. Unlikely any other molecule, when lost, it cannot be resynthesized from scratch or imported. That's the most important thing. So a chromosome is big. The chromosome contains large amount of data and it is unique. These are the properties of chromosome. അപ്പോൾ വീണ്ടും നമുക്ക് ചിന്തിക്കാം, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് എ സെൽ? നമ്മൾ ചോദിക്കാറുണ്ട്, വൈറസിന് ജീവനുണ്ടോ ഇല്ലയോ? വൈറസ് ലിവിങ് തിങ് നമുക്കറിയാം, പക്ഷേ എപ്പോഴും വൈറസിൻ്റെ ഐസൊലേറ്റ് ചെയ്ത് എൻ്റെ ജീവൻ കാണിച്ചു തരാമെന്ന് വെച്ചാൽ വി cannot, because virus express its property of life only when it is inside a cell. Similarly, if we think in that line, what is the purpose of a cell? What is the purpose of a cell? The purpose of a cell cell is the stage in which the chromosome plays its role, though DNA plays its role. അപ്പോൾ ഫിലോസഫിക്കലി നമുക്ക് ഇങ്ങനെ പറയാം, ക്രോമസോമിന് ജീവിക്കാൻ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതിന് ഫങ്ഷൻ ചെയ്യാൻ, അതിനു വേണ്ടി ഉണ്ടാക്കിയ സ്ട്രക്ചറാണ് സെൽ എന്ന് പറയാം. ബിക്കോസ് ക്രോമസോംസ് ഇല്ലാത്ത സെൽസ് ഒന്നും ഡിവൈഡ് ചെയ്യുന്നില്ല, പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നില്ല, സ്പെഷ്യലൈസ്ഡ് ആയി പോകുന്നു, അതിൻ്റെ ജോലി കഴിയുന്നവരാണ് നശിക്കുന്നു. ക്രോമസോംസ് ഉള്ള സെൽസ് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നു, ഡിവൈഡ് ചെയ്യപ്പെടുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, ക്രോമസോംസിനെ ഫോൾഡ് ചെയ്യുന്നു. That means the cell is meant for the multiplication, function, propagation and protection of the chromosomes. When we go to the practical side, chromosomes are protected very much. Protected at the ends with telomeres. They are proteins. There are proteins at the end of the chromosome. And the chromosome end is unique, so it is protected. At the same time, there is a central region, coordinating region,
known as the centromere. So it is well organized. There is a controlling center, there is a controlling point, there is a middle central point, and protected ends. So it has a territory. So it is well protected. So this is another important aspect regarding the chromosome. Again, we are going back to the organization of this structure. How these chromosomes hold large amount of data. It is not a new thing. Plus 2 തന്നെ കേട്ടിട്ടുണ്ടാവും സി വാല്യൂ പാരഡോക്സ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ. നോക്കുക, ബാക്ടീരിയയുടെ ന്യൂക്ലിയോടൈഡ് പെയർ സൈസ് എന്ന് പറയുന്നത് ഹപ്ലോയിഡ് ജീനോമിലെ ന്യൂക്ലിയോടൈഡ് പെയർ പെർ ജീനോം എന്നാണ് പറഞ്ഞത്. അതായത് 10⁻⁶ തൊട്ട് 10⁻⁷ വരെ ഡൈവേഴ്സിറ്റിയാണ്. ഇത്രയും വേരിയേഷൻ കാണിക്കുന്നത് അതിനകത്ത്. മൈക്രോപ്ലാസ്മ പോലെ വരുമ്പോഴത്തേക്ക് ഇത്രയും വേരിയേഷൻ. എന്നാൽ മറ്റ് ചില ബാക്ടീരിയകൾക്ക് ഇത്രയും വരും. എന്നാൽ ഏറ്റവും വലിയ ബാക്ടീരിയയിൽ നിന്നാണ് അടുത്ത ഘടകമായി ഈസ്റ്റ് തുടങ്ങുന്നത്, പഞ്ചൈ തുടങ്ങുന്നത്. പഞ്ചൈ തുടങ്ങുമ്പോൾ ഏറ്റവും ചെറിയ ഫംഗസിൽ പോലും, ഈസ്റ്റിൽ പോലും 10⁻⁷ മേലുണ്ടാവും. അത് 10⁻⁸ വരെ എക്സ്റ്റെൻഡ് ചെയ്യും. 10⁻⁸ മറ്റെല്ലാ ഓർഗാനിസംസും സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും ചെറിയ പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ജീനോം ഉള്ള പ്ലാന്റിൻ്റെ ജീനോം സൈസ് ഇവിടെയാണെങ്കിൽ ഏറ്റവും വലിയ ജീനോമുള്ള പ്ലാന്റിൻ്റെ ജീനോം സൈസ് 10⁻11 DDACA ഫാമിലിയുടെ മെമ്പേഴ്സ്. പ്രൊപ്പറ്റേറ്റീവ് DNA ആണെന്ന് നമുക്ക് പറയാം. ഹാപ്ലോയിഡ് ജീനോം സെറ്റപ്പാണ് ഇത്രയും വലിയ ഡൈവേഴ്സിറ്റി കാണിക്കുന്നത് പ്ലാന്റ്സിൽ. അപ്പോൾ ജനറ്റിക് ഡൈവേഴ്സിറ്റിയെ പറ്റി പഠിക്കാൻ പറ്റിയത് പ്ലാന്റ്സ് തന്നെയല്ലേ. അതേസമയത്ത് ഇൻസെക്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻസെക്ട്സിലെ ഏറ്റവും ചെറിയ ജീനോം എന്ന് പറയുന്നത് 10⁻8 ആണെങ്കിൽ ഒരു പക്ഷേ പ്ലാന്റ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി കാണിക്കുന്നത് ഇൻസെക്ട്സ് ആവാനുള്ള കാരണമാണ് 10⁻10 തൊട്ട് താഴെ നിൽക്കുന്നത്. മൊളുസ്കൻസ്, യെസ്, കാർട്ടിലാജിനസ് ഫിഷസ് ബൾക്കി ജീനാണ്. ബോണി ഫിഷസ്, ഇതാണ് റേഞ്ച്. അതേസമയം ആംഫിബിയൻസ് നോക്കുക. ആംഫിബിയൻസിൻ്റെ ലോവർ എൻഡ് ഇവിടെ നിൽക്കുന്നു. വളരെ ചെറിയൊരു ഗ്രൂപ്പാണ്, പക്ഷേ അത് അങ്ങേ അറ്റത്ത് പോകുമ്പോൾ DDACA അടുത്ത് പ്ലാന്റ്സിൻ്റെ ഹയസ്റ്റ് ജീനോം സൈസുള്ള പ്ലാന്റിൻ്റെ അടുത്ത് തന്നെ എത്തത്തുള്ളത് വളരെ വലിയ. റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ് വരുമ്പോൾ ലാർജ് സൈസാണ്, പക്ഷേ റേഞ്ച് വളരെ കുറവാണ്. അതിൽ ഹ്യൂമൻ സൈസ് ഇത്രയാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു സി വാല്യൂ പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. അതായത് കോംപ്ലക്സിറ്റി മാക്സിമം ഉള്ള മാമൽസിൽ, അതുപോലെ ഹ്യൂമൻ ബീയിങ്സിലല്ല ജീനോം സൈസ് ഏറ്റവും കൂടുതൽ, ആംഫിബിയൻസിലാണ്, പ്ലാന്റ്സിലാണ്. എന്തുകൊണ്ട്? ഇതിനാണ് നമ്മൾ സി വാല്യൂ പാരഡോക്സ് എന്ന് പറയുന്നത്. അതായത് ജനറ്റിക് മെറ്റീരിയൽ ഒരുപാട് ഉണ്ടെങ്കിലും അതിൻ്റെ സി വാല്യൂ, DNA എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. DNA എന്ന് പറയുന്നത് mRNAയിൽ നിന്ന് എടുക്കുന്ന കോംപ്ലിമെൻ്ററി DNA എടുത്തു കഴിഞ്ഞാൽ, ഫങ്ഷണൽ mRNAയിൽ നിന്നുള്ള DNA എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന DNAയുടെ കണ്ടന്റ് ഇതിനകത്തൊക്കെ കുറവായിരിക്കും. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലാണെങ്കിൽ വളരെ കുറവായിരിക്കും. അതേസമയത്ത് എൻറ്റയർ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഹ്യൂമൻ ബീങ്സിനേക്കാൾ കൂടുതൽ ജീനുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും ആംഫിബിയൻസിനകത്ത്. ഇതൊക്കെ വളരെ വലിയ പാരഡോക്സ് ആയിട്ടൊക്കെ പിന്നെ നേരത്തെ അവതരിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം. ആംഫിബിയൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആംഫിബിയൻസിൻ്റെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ നിരവധി സ്റ്റേജുകളുണ്ട്. ലാർവൽ സ്റ്റേജ് തൊട്ട് ഇപ്പോൾ ടാഡ്പോൾസ്, യങ് അഡൾട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് തരത്തിലുള്ള സ്റ്റേജസിലൂടെ കടന്നു പോകുന്നു. അപ്പോഴെല്ലാം നിരവധി ചേഞ്ചസിന് വിധേയമാകുന്നു. നിരവധി ഫിനോടൈപ്പ് എക്സ്പ്രസ് ചെയ്യപ്പെടേണ്ടി വരുന്നു. അതിനുള്ള ജീനുകളെല്ലാം എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു, സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് എക്സ്പ്രസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഫ്രോഗ്, ടാഡ്പോളിനകത്ത് നമുക്കറിയാം ഗിൽസ് ഉണ്ട്. അപ്പോൾ ഗിൽസിൻ്റെ ജീനുകളുടെ ആക്റ്റീവ് ആകണം, പ്രസൻ്റ് ആയിരിക്കണം, ഫങ്ഷണൽ ആയിരിക്കണം, ആക്റ്റീവ് ആകണം. എന്നാൽ ഫ്രോഗ് എത്തിക്കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ലങ്സ് ആയിട്ട് മാറുന്നു. ലങ്സ് ആയിട്ട് മാറുമ്പോൾ റെസ്പിറേറ്ററി സ്ട്രക്ചർ ലങ്സ് ആയിട്ട് മാറുമ്പോൾ അവിടെ ലങ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ജീൻ ഉണ്ടാവണം, അത് ഫങ്ഷണൽ ആയിരിക്കണം, എക്സ്പ്രസ് ചെയ്യപ്പെടണം. അപ്പോൾ ആ ജീനുകൾ മുഴുവൻ അവിടെ ആക്റ്റീവ് ആയതുകൊണ്ട് ജീനോം സൈസ് കൂടുതലായിരിക്കും. ഇത്രയും കാര്യം പ്ലാന്റ്സിൽ അതുപോലെ തന്നെയാണ്. പ്ലാന്റ്സിന് നമുക്ക് ഒരുപാട് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൾച്ചറിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിഫറൻറ്റ് സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണ്? You have large amount of DNA inside it.
Most of them are not at all expressed in the in the life cycle. If we try to express it, various structures can be evolved, various characters can be expressed, various phenotypes can be elicited. So this is the complexity of genetic material in the organism. And this genetic material is packed in the chromosome. And how this package takes place, that's the question we are going to answer today. So, to understand this packaging, we have to understand the structure of chromosome, how the DNA is packaged. So, we will study the DNA compaction, how DNA is packaged, what are the components. There are histones, different types of histones, we will study them in detail. What is a histone octamer, how it is formed, what is the H1 histone, what is the role of H1 histone in the formation of nucleosomes. Then what are the higher order compactions of these chromosomes? What is meant by chromosome loops, chromatin loops and scaffolds? What are non-histone proteins? What is meant by heterochromatin, euchromatin? All these we will see in the coming classes. So this will be our approach. We are not going back to the structure of different types of proteins present in nucleus of in the chromosome. We are not going to describe what is a telomere, what is a chromomere, what is a centromere, and all that. We are not going to the theories regarding the chromosome theory. All those things we will discuss in due course by understanding the structure. And we will see the history behind all this research. But our point will be the organization of the chromosome. So the DNA compaction problem, that's the point we are discussing today. This is the gist of our class, today's class. Think about 4 meters of DNA and compact them into 10 micrometer. 10 micrometer means 1/100th of a millimeter. ഒരു 1 millimeter ഡിസ്റ്റൻസ് ആലോചിക്കാം. 1 millimeterനെ 100 വിഭജിച്ച അതിൽ ഒന്നാണ് 100 മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. 4 മീറ്ററുള്ള ഒരു DNA 10 മൈക്രോമീറ്റർ ആയിട്ട് ചുരുട്ടി മടക്കിയാൽ 400 meters into 1 millimeter. This is the composition. 400 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ചരട് 1 millimeter ലെങ്ത് ഉള്ള ഒരു ചരടായിട്ട് ചുരുട്ടി തിരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും കോമ്പാക്റ്റാണ്, അത്രയും കോമ്പാക്ഷൻ ആണ് DNA-ക്കുള്ളത് ക്രോമസോമുകളിലിരിക്കുമ്പോൾ. ഒരു ഉദാഹരണം കൂടെ, ഒരു കഥ കൂടെ നമ്മൾ പറയാറുണ്ട്. ഏറ്റവും നൈസായ ഒരു പേപ്പർ, ടിഷ്യൂ പേപ്പർ, നിങ്ങൾക്ക് എത്ര തവണ മടക്കാൻ പറ്റും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. 1 പ്രാവശ്യം മടക്കി, 2 പ്രാവശ്യം മടക്കി, 3 പ്രാവശ്യം മടക്കി, 4 മടക്കി, മാക്സിമം 4 നമ്മൾ കോമൺ ആയിട്ട് മടക്കാറുണ്ട്. 5 മടക്കാം, 6 മടക്കാം, 7-ന് ആർക്കെങ്കിലും മടക്കാൻ പറ്റുമെങ്കിൽ പറയുക. ഏതൊരു ചരടും 7 തവണയിലധികം മടക്കിയിട്ട് അത് സ്റ്റിഫ് ആവാതെ വീണ്ടും ഒടിച്ച് മടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയുക. അപ്പോൾ അത്രയും നാരോ ആയിട്ടുള്ള, എന്നാൽ അത്രയും മാക്സിമം കോംപ്ലക്സിറ്റി ഉള്ള ഒരു ഓർഗനൈസേഷനാണ് DNA. വീണ്ടും ഈ ഓരോ ക്രോമസോമും ഓരോ സെൽ സൈക്കിളിലും മൊത്തം അഴിച്ചു വിരുത്ത് DNA എക്സ്പോസ്ഡ് ആക്കി ട്രാൻസ്ക്രിപ്ഷനും റെപ്ലിക്കേഷനും നടത്തി വീണ്ടും പാക്ക് ചെയ്ത് സെല്ലിനകത്ത്, ന്യൂക്ലിയസിനകത്ത് വെച്ചിട്ടാണ് അടുത്ത സെൽ സൈക്കിളിലേക്ക് ഓരോ സെല്ലും കടന്നു പോകുന്നത്. മടക്കി വെറുതെ വെച്ചേക്കല്ല, ഓരോ സെൽ സൈക്കിളിലും ഇത് മുഴുവൻ അഴിച്ച് നിവർത്തുകയും വീണ്ടും മടക്കി വയ്ക്കുകയും ചെയ്യുന്ന കോംപ്ലക്സ് പ്രോസസ്സ്. സെല്ലിനപ്പോൾ വേറെ ഒന്നിനും സമയമില്ല എന്ന് നമുക്ക് തോന്നും. Yes, it is well organized.
എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന സ്ട്രക്ചേഴ്സ്? ന്യൂക്ലിയോസോംസ്, ലൂപ്സ്, ഡൊമൈൻസ്, ബാൻഡ്സ്. ഇതെല്ലാം ചെയ്യുമ്പോഴും ദർ ആർ സം ഫിക്സ്ഡ് സ്റ്റേറ്റ്, ബിക്കോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മോർഗൻ്റെയൊക്കെ എക്സ്പെരിമെൻ്റ്, ജീൻ മാപ്പിംഗ്. അവിടെ ലോക്കസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഒരു ജീനിൻ്റെ ലോക്കസ് ഇതാണെന്ന് പറഞ്ഞാൽ എത്ര ജനറേഷൻ കഴിഞ്ഞാലും മ്യൂട്ടേഷൻസോ ക്രോമസോമൽ അബറേഷൻസോ ഉണ്ടായില്ലെങ്കിൽ ആ ലോക്കസ് പൊസിഷൻ അത് തന്നെയായിരിക്കും. അതിനർത്ഥം DNA എത്ര തവണ മടങ്ങിയാലും ഒരേ രീതിയിൽ തന്നെ മടങ്ങി വരുന്നു എന്നാണ്. ക്രോമസോമായിട്ട് കോമ്പാക്റ്റ് ആയിട്ട് പാക്ക് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും റീപാക്ക് ചെയ്താലും ആ പൊസിഷൻ മാറാതെ, ലോക്കസ് മാറാതെ പാക്ക് ചെയ്യപ്പെടുന്നു. സോ ദിസ് ഇസ് ദ മോസ്റ്റ് admirable, like at random pack ചെയ്യല്ല ചെയ്യുന്നത്. It is packed in a particular way, but there is no rule for this. It is packed on its own. So we will study about the packaging of the DNA and at the same time identify this figure in any of your cytology textbook and say what it is.